സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനായിട്ടും ഒരു ബൈത്തുർ റഹ്മയും തേടിയെത്തിയില്ല. ഒരു കാരുണ്യ പ്രവർത്തകനും വാതിൽ മുട്ടിയുമില്ല. പ്രാരാബ്ധത്തിന്റെ പടുകുഴിയിൽ വീണ് ജീവിതം വഴിമുട്ടിയ അഹമ്മദിന് ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. എരിയാൽ കുളങ്ങര സ്വദേശിയും ചൗക്കി ബ്രദർ മസ്ജിദിന് സമീപം വാടക വീട്ടിൽ താമസക്കാരനുമായ അഹമ്മദ് കുളങ്ങരയാണ് ഞായറാഴ്ച വൈകിട്ടോടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവിത പ്രാരാബ്ധം മറ്റാരോടും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നില്ല. പാർട്ടിയാണെങ്കിൽ അത് കാണാനും അറിഞ്ഞു സഹായിക്കാനും ഉണ്ടായിരുന്നില്ല. വാടക നൽകാത്തതിനാൽ ഉടമസ്ഥൻ വീടൊഴിയണമെന്ന് പറഞ്ഞതോടെ മറ്റു മാർഗമൊന്നും അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടാകാത്തതുകൊണ്ടാണ് മരണത്തിൽ അദ്ദേഹം അഭയം പ്രാപിച്ചതെന്ന് കരുതുന്നത്. വാടക വീട് ഒഴിഞ്ഞുകൊടുക്കാൻ സാധനങ്ങൾ മാറ്റാനായി ഭാര്യയ്ക്കൊപ്പം എത്തിയപ്പോഴാണ് ഇതേ വീട്ടിൽ അഹമ്മദ് ജീവനൊടുക്കിയത്. 2 ആഴ്ച മുമ്പ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് കാലിന് പരിക്കേറ്റ അഹമ്മദും കുടുംബവും മകൾ റൈഹാനയുടെ ഉദുമയിലെ വീട്ടിലായിരുന്നു താമസം. ഏപ്രിൽ 7-ന് അഹമ്മദിന്റെ മറ്റൊരു മകളുടെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. ഈ സമയത്തു തന്നെ വാടക വീടും ഒഴിയേണ്ടി വന്നതോടെ പൂർണ്ണമായും തളർന്ന അദ്ദേഹത്തിന് താങ്ങായി നിൽക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റു വഴിയില്ലാതെ മരണം തിരഞ്ഞെടുക്കേണ്ടി വന്നുവെന്നാണ് പോലീസും അടുത്ത ബന്ധുക്കളും നൽകുന്ന സൂചന. അഹമ്മദിന്റെ മരണത്തോടെ കുടുംബം തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വലിയ ചോദ്യചിഹ്നമാണ് ഭാര്യയുടെയും മക്കളുടെയും മുന്നിലുള്ളത്. ഇനിയെങ്കിലും സ്വന്തം പാർട്ടിക്കാരെങ്കിലും ഇവരുടെ കുടുംബത്തിന്റെ കണ്ണീർ കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വീടില്ലാതെ തനിക്ക് ബൈത്തുർ റഹ്മ പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു നൽകണമെന്ന് പലരോടും അഹമ്മദ് പറഞ്ഞിരുന്നതായുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞത് അല്പസമയം കാത്തിരിക്കണമെന്നായിരുന്നു. പക്ഷേ കിടപ്പാടം പോലുമില്ലാതെ എവിടേക്ക് പോകണമെന്ന ചിന്ത അലട്ടിയതുകൊണ്ടാവാം അദ്ദേഹത്തിന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതെന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വാർത്ത.